ഡിയേഴ്സ്, നിങ്ങളുടെ ലിംഗം ചുരുങ്ങി പോകുന്നുണ്ടോ, ചെറുതായി പോകുന്നുണ്ടോ? ഇതിന്റെ റീസൺ എന്തൊക്കെയാണ്? എന്തൊക്കെ ചെയ്താൽ, എന്തൊക്കെ കഴിച്ചാൽ, എങ്ങനെയൊക്കെ ചെയ്താൽ, എങ്ങനെയൊക്കെ കീഗൽ എക്സസൈസ് ചെയ്താൽ ഇത് നിങ്ങൾക്ക് വലുതും യഥാർത്ഥ സൈസിലേക്ക് ഫുള്ളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് നോക്കാം. കൂടുതൽ നേരമൊക്കെ ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം പേടിക്കേണ്ട ചുരുങ്ങൽ എങ്ങനെയാണ്, പേടിക്കേണ്ടാത്ത ചുരുങ്ങൽ എങ്ങനെയാണ്, അതാദ്യം നോക്കാം. തണുപ്പുള്ള ചില്ലുള്ള സ്ഥലത്ത് പോയി നിൽക്കുന്ന വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് ലിംഗം കുറച്ച് ചുരുങ്ങിയ പോലെ തോന്നും. കാരണം എന്താ, തനി ചൂട് നിലത്താൻ വേണ്ടിയിട്ട് എന്താണ് ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം ശരീരം കുറയ്ക്കും. അങ്ങനെയാണ്. പേടി, സ്ട്രെസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ സിംബോളിക് റെസ്പോൺസ് പോലെ അങ്ങ് ചുരുങ്ങിപ്പോകും. അതുപോലെ വ്യായാമമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മസിലിനൊക്കെ വേണ്ടിയിട്ട് ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂട്ടുന്ന സമയത്ത് അവിടെ ചുരുങ്ങും. അതുപോലെ പ്രായം കൂടുമ്പോൾ പുരുഷ ഹോർമോൺ ഡ്രോപ്പ് ആകുമ്പോഴും അങ്ങനെ ചുരുങ്ങി പോകുന്നുണ്ട്. ഇതൊന്നും പേടിക്കേണ്ട, സാധാരണയാണ്, നോർമലാണ്. അപ്പൊ അമ്പാനെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുരുഷ ഹോർമോൺ ഡ്രോപ്പ് ആകുമ്പോൾ ഈ ലിംഗത്തെ ലൈംഗിക താല്പര്യം കുറയുകയും ഇങ്ങനെ ലിംഗം ചുരുങ്ങി പോവുകയും ചെയ്യുന്നു. ഇത് പേടിക്കണം, നിങ്ങൾക്ക് പുരുഷ ഹോർമോൺ ഡ്രോപ്പ് ആകുന്നുണ്ട്. അതുപോലെ തടി കൂടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലിംഗത്തിന്റെ താഴ്ഭാഗത്തൊക്കെ കൊഴുപ്പൊക്കെ അങ്ങനെ അടിയുമ്പോൾ അത് ചുരുങ്ങിയ പോലെ തോന്നും. BP ഉള്ളവർക്ക്, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്കും അങ്ങനെ ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഐറോണിക് ഡിസീസ് ഒക്കെ ഉള്ളവർക്കും BPന്റെ പേഷ്യന്റ്, ഭയങ്കര സ്ട്രെസ്സിനൊക്കെ മെഡിസിൻ കഴിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്? ലൈംഗിക താല്പര്യം ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവുകയും അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് പിന്നീട് ഉദാഹരണം ശരിയായ രീതിയിലേക്ക് സംഭവിക്കാതെ വരുന്ന സമയത്തൊക്കെ ഡോക്ടറെ കാണിക്കുന്നത്. ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഉദാഹരണം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ചുരുങ്ങിയത് യഥാർത്ഥ ലെവലിലേക്ക് എത്തിക്കാനും പറ്റും. എന്നാ ചെയ്യണ്ടേ? മുട്ട, നട്ട്സ്, കുരുമുളക്, ഉള്ളി, സിങ്കുള്ള ഫുഡ്, അതുപോലെ നമ്മുടെ മത്തങ്ങേന്റെ കുരു, കടല, പച്ചക്കറികൾ ഇവയെല്ലാം ധാരാളമായിട്ട് കഴിച്ചോളൂ. ഇത് പുരുഷ ഹോർമോൺ നല്ല രീതിയിൽ കൂട്ടാൻ നിങ്ങളുടെ ലിംഗത്തിന്റെ യഥാർത്ഥ സൈസിലേക്ക് വരികയും ചെയ്യും. ഈ രക്തത്തിന്റെ കുഴലൊക്കെ ചുരുക്കി കളയുന്ന, അതായത് ലിംഗത്തിന്റെ ആഗ്രഹമൊക്കെ ചുരുങ്ങി വരാൻ കാരണമാകുന്ന മദ്യപാനവും സ്മോക്കിംഗ് നിർത്തും. വെള്ളം നന്നായിട്ട് കുടിക്കാൻ നോക്കുക, സാധാ വെള്ളം കേട്ടോ കുടിക്കാൻ നോക്കുക. ഹൈഡ്രേറ്റഡ് ആയിരിക്കും. അപ്പൊ തന്നെ ലിംഗം യഥാർത്ഥ സൈസിലേക്ക് എത്തും. നന്നായിട്ടൊക്കെ ശുക്ലമൊക്കെ ഉത്പാദിപ്പിക്കും. നന്നായിട്ട് കട്ടയായിട്ടൊന്നും വരത്തൊന്നുമില്ല. പിന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. 7 തൊട്ട് 8 മണിക്കൂർ വരെ ഉറങ്ങുക. പിന്നെ നമ്മുടെ കീഗൽ എക്സസൈസിൽ ടൈറ്റാക്കി പിടിച്ചിട്ട് മൂത്രം ഒഴിക്കുന്ന ഭാഗത്തെ മസിൽ ടൈറ്റാക്കി പിടിച്ചിട്ട് ഒരു 30 പ്രാവശ്യം എണ്ണുക. പിന്നെ റിലാക്സ് ചെയ്യുക. പിന്നെ ടൈറ്റാക്കി പിടിക്കുക, 30 പ്രാവശ്യം ഇങ്ങനെ എണ്ണുക. ഇതൊരു 3 തവണയായിട്ട് 30 തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദാഹരണം കൂട്ടാനും കൂടുതൽ നേരം ലൈംഗികത്തിൽ ഏർപ്പെടാനും നിങ്ങളുടെ ലിംഗം ചുരുങ്ങി പോകുന്നത് തടയാനും ഒക്കെ സഹായിക്കും. നിങ്ങളെ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് പവർ റോൾ ഓൺ. ഇതൊരു റോൾ ഓൺ ആണ്. നിങ്ങളുടെ ലിംഗത്തില് ഇങ്ങനെ 2 നേരം ഇങ്ങനെ റോൾ ചെയ്തിട്ട് മസാജ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങളുടെ ലിംഗത്തിലേക്ക് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ കൂട്ടാനും ലിംഗത്തിന് ഉദാഹരണമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങളുടെ ചുരുങ്ങി പോയ ലിംഗമൊക്കെ യഥാർത്ഥ സൈസിലേക്ക് ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടിയിട്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിൽ ശിലാജിത്തുണ്ട്, അശ്വഗന്ധയുണ്ട്, അഗാർക്കരയുണ്ട്, മസ്കസ്, ഇങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ചേർന്നിട്ടുള്ള ഓയിലാണ്. പെർഫോമൻസ് കൂട്ടാനും സ്റ്റാമിന കൂട്ടാനും ഇത് മാത്രമേ നിങ്ങളുടെ ലിംഗത്തിന്റെ കട്ടിയും നീളവും ഒക്കെ യഥാർത്ഥ സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. എക്സ്ട്രാ നീളമൊന്നല്ല, നിങ്ങളുടെ യഥാർത്ഥ സൈസ്. സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ലിംഗത്തിന്റെ അഗ്രത്തൊക്കെ വിട്ടുവരാനൊക്കെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഈ 5 റോൾ ഓൺ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്താൽ മതിയാവും കേട്ടോ. എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ സഹായിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ഫസ്റ്റ് കമന്റ് ആയിട്ട് ലിങ്ക് കൊടുത്തിട്ട് അതിലൂടെ കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.